ഒരു തേനീച്ച ജസ്റ്റ് മുഖത്തൊരു പണി തന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണ് കുറച്ച് വീങ്ങിയിരിക്കുന്നത്. വീഡിയോക്കകത്ത് മനസ്സിലാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അഥവാ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവണമല്ലോ, അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. എന്തായാലും കാര്യത്തിലേക്ക് എത്താം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെ റീസെൻ്റ്ലി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഹിന്ദി ക്രൈം കോമഡി ത്രില്ലർ ചിത്രമായിരുന്നു ധൂം ധാം എന്നുള്ളത്. ഈ ഒരു സിനിമയെ പറ്റി സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ചിത്രം ഹിന്ദിക്ക് പുറമെ തമിഴ് ഡബ്ബിങ്ങിലും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സിനിമയുടെ ഒരു പ്രമേയത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചിത്രത്തിലെ നായികയായിട്ടുള്ള കോയലും അതുപോലെ തന്നെ നായകനായിട്ടുള്ള വീരും തമ്മിലുള്ള വിവാഹം കാണിച്ചുകൊണ്ടാണ്. അറേഞ്ച്ഡ് മാരേജ് ഒക്കെയാണ്. എന്തായാലും ആദ്യ രാത്രി ആഘോഷിക്കാൻ വേണ്ടി ഒരു വലിയ ഹോട്ടലിൽ ഒരു റൂം അവർ ബുക്ക് ചെയ്യുകയാണ്, അങ്ങോട്ട് എത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു ആദ്യരാത്രി വേളയിൽ അപ്രതീക്ഷിതമായിട്ട് ഡോറിന് പുറത്തു നിന്നും ഒരു കോണിംഗ് ബെല്ല് സൗണ്ട് ടിങ് ടിങ് എന്ന് പറഞ്ഞു കേൾക്കുകയാണ്. അങ്ങനെ നായകൻ പോയി തുറന്നു കഴിയുമ്പോഴത്തേക്കും രണ്ട് അജ്ഞാതരായിട്ടുള്ള വ്യക്തികളാണ് പുറത്ത് നിൽക്കുന്നത്. അവരുടെ കയ്യിൽ തോക്കുമുണ്ട്. അവരൊരു കാര്യം നമ്മുടെ നായികയോടും ആവശ്യപ്പെടുകയാണ്. ഇത്രേ ഉള്ളൂ, ഞങ്ങളുടെ ചാർലിയെ തിരിച്ചു തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നുകളയും എന്നുള്ളതാണ് അവർ പറയുന്നത്. നമ്മുടെ നായകനും നായികയും ഈ ചാർലി എന്ന് വെച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് പോലും മനസ്സിലായില്ല. അവർക്ക് ആകെ അറിയാവുന്നത് ചാർലി ചാപ്ലിനെയാണ്. ഇവർ പറയുന്ന ചാർലി ആരാണെന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അവർ ഉറപ്പിച്ച് പറയാണ് നമ്മുടെ നായകനും നായികയ്ക്കും ചാർലി അറിയാം, ഞങ്ങൾക്ക് തിരിച്ചു വേണം, ഇല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും. ലാസ്റ്റ് ഇവർക്ക് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്നും ആ ഒരു രാത്രിയിൽ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഏകദേശം ഒരു കഥ എന്ന് പറയാൻ സാധിക്കും. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വലിയ ലോജിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്, വലിയ കഥയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഒരു പക്ഷേ സമ്മാനിക്കുക. മറിച്ച് വലിയ കഥയൊന്നും വേണ്ട, വലിയ ലോജിക്കും വേണ്ട, പക്ഷേ സിനിമ ഒരു 1.5 മണിക്കൂർ പക്ക എൻ്റർടൈനിങ് ആയിരിക്കണം, അത് മതി എന്നാഗ്രഹിക്കുന്നവർക്ക് അത്യാവശ്യം ഒന്ന് കണ്ടു നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ടും എനിക്ക് ഈ ഒരു ചിത്രത്തെ ഫീൽ ചെയ്തു. ഇപ്പം ഈ ഒരു സിനിമയുടെ കഥ ഞാൻ പറഞ്ഞല്ലോ, വലിയ സംഭവമൊന്നുമല്ല. അത്യാവശ്യം നമുക്കറിയാവുന്ന അല്ലെങ്കിൽ വലിയ പുതുമയുണ്ടായിരുന്ന ഒരു സ്റ്റോറി ആയിരുന്നു എന്നൊന്നും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ കഥയ്ക്കുള്ളിലെ 2 ക്യാരക്ടേഴ്സ്, അതായത് നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ യാമി ഗൗതത്തിൻ്റെയും അതുപോലെ തന്നെ പ്രദീപ് ഗാന്ധിയാണ് നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 2 പേരുടെ ക്യാരക്ടേഴ്സ് എന്നുള്ളത് നല്ല ഗംഭീരമായിട്ടാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രേക്ഷകരെ അത്യാവശ്യം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള എഴുത്തുകളാണ് ഈ 2 ക്യാരക്ടേഴ്സിൽ നടത്തിയിട്ടുള്ളത്. ആ ക്യാരക്ടേഴ്സ് ഏറ്റെടുത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഈ 2 താരങ്ങളും അതിൻ്റെ മാക്സിമം ആ ഇൻറ്റൻസീവിൽ അല്ലെങ്കിൽ മാക്സിമം ലെവലിൽ അത് സ്ക്രീനിലേക്ക് ഇവർ എത്തിച്ചു എന്നുള്ളിടത്താണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ 2 പേരുടെ പ്രകടനം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. എസ്പെഷ്യലി യാമി ഗൗതം, നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന യാമി ഗൗതം ഒരു രക്ഷയില്ലാത്തൊരു പ്രകടനമാണ് ആദ്യാവസാനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രകടനം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനും കണ്ട് രസിക്കാനും ഒക്കെ തന്നെ ഒരു രസമായിരുന്നു, ഒരു ചന്തമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതുപോലെ നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആക്ടറും ഒക്കെ തന്നെ നീറ്റായിട്ടുള്ള പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രകടനം എന്നുള്ളൊരു കാര്യമാണ് സിനിമയെ നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതുപോലെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ചിത്രത്തിനുണ്ടായിരുന്നു. എസ്പെഷ്യലി ചിത്രത്തിൻ്റെ ഗ്രാൻഡ് ആയിട്ടുള്ള വിഷ്വൽസ്, സിനിമാറ്റോഗ്രഫി കാഴ്ചയാകട്ടെ, എഡിറ്റിംഗ് വർക്ക് ആകട്ടെ, അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്ക് ആകട്ടെ, ഇതൊക്കെ തന്നെ അത്യാവശ്യം നീറ്റായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. സോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ക്വാളിറ്റി സിനിമയാണല്ലോ കാണുന്നതെന്നുള്ള ഒരു ഫീലും ചിത്രം ധ്വനിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ, സിനിമ അത്യാവശ്യം എൻ്റർടൈനിങ് ആണ്. കുറേ ത്രില്ലിംഗ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ചിരിപ്പിക്കുന്നതുമായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ തിരക്കഥയിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഒരു ടോട്ടാലിറ്റി എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ഒരു സംഭവമുള്ള അല്ലെങ്കിൽ സംഭവവികാസമുള്ള ഒരു കഥയുള്ള സിനിമയാണെന്നും പറയാൻ സാധിക്കില്ല. പിന്നെ ലോജിക്കലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങളുള്ള ഒരു സിനിമയായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ് നിങ്ങൾ സിനിമയെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങളെ മുഷിപ്പിക്കില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടു കഴിയുമ്പോഴത്തേക്കും കുഴപ്പമില്ലായിരുന്നു കേട്ടോ എന്നുള്ളൊരു ഫീല് നൽകുന്ന ഒരു സിനിമയായിരിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10ൽ 6.5. പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 18+ കണ്ടന്റ് അങ്ങനെ ഡയറക്റ്റായിട്ട് സിനിമയ്ക്കുള്ളിൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മുഖം ചൊളിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊന്നുമില്ല. പക്ഷേ ഒരു ക്ലീൻ സർട്ടിഫൈഡ് പടമല്ല. അത്തരത്തിലുള്ള കുറച്ച് സംഭവവികാസങ്ങളുണ്ട്, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. എനിക്ക് തോന്നുന്നില്ല അത് വലിയ മുഖം ചൊളിക്കുന്ന കേസൊക്കെയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സിനിമ ഒരു UA സർട്ടിഫൈഡ് പടമാണ്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവച്ചേക്കണം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.